ഹലോ ഗൈസ്, എങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് S7-ന്റെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ 9:15 എന്തോ ആവാറ്. ലേറ്റായി. ഞാൻ ലേറ്റ് ആവണ്ട എന്ന് നേരത്തെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്ന് ലേറ്റായി. ബുക്കൊന്നും മേടിച്ചില്ല, അതുകൊണ്ട് കഴിഞ്ഞ സെമിസ്റ്ററിലെ തന്നെ ബുക്ക് കുറെ പേജൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് മതി. ഈ പിള്ളേര് കാരണമാണ് ഞങ്ങൾ ലേറ്റ് ആവുന്നത്. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ വെക്കേഷൻ തീർന്നു. ആടി ഓരോന്നൊക്കെ വരുന്നതേ ഉള്ളൂ. കോളേജിൽ ഇങ്ങനെ സൺകിസ്ഡ് ആയിട്ട് നമുക്ക് രാവിലെ ലേറ്റ് ആയിട്ട് പോകുമ്പോൾ കിട്ടും ഗൈസ്. ഇപ്പൊ 9:21 ആയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കയറുന്നത് ക്ലാസ്സിൽ. ഇവര് 3 പേരും ഒരുമിച്ചാണ് കയറുന്നത്. ഞാൻ ലെജൻഡറി ആയിട്ട് ഇപ്പം ലെജൻഡാ. മിസ് ഇറക്കി വിടും. ഇല്ല, ലെജൻഡറി ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ വരാൻ എനിക്ക് എങ്ങനെ നമ്മളെ മിസ്മാരൊന്നും അങ്ങനെ ചോദിക്കത്തില്ല. അതോ മിസ്മാരൊക്കെ കറി വരുന്നേ ഗൈസ്. ും ഹരിതാപവും തുളുമ്പി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്. എവിടെ നോക്കിയാലും മഴ. പഠിക്കുന്ന പിള്ളേർ പുതിയ ബുക്കൊക്കെ മേടിച്ചു. പക്ഷെ ആരോട് പറയേണ്ടത്? വാ, എന്നോട് കാര്യം ഞാൻ പറഞ്ഞോ. വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പുതിയ ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ. ഒന്നും കിട്ടില്ല പറയാൻ. ഞങ്ങൾക്ക് രാവിലെ തന്നെ മിസ് വന്നിട്ട് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു. കുറച്ച് എന്തൊക്കെയോ പഠിപ്പിച്ചൊന്നും ഇല്ല. സിലബസ് പറഞ്ഞു തന്നു. എന്തോ വാലിച്ചേ ബുക്കൊക്കെ ആയിട്ടിരുന്നിട്ട് എന്തോ പഠിപ്പിക്കുന്നത് അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഓണേഴ്സ് നടക്കുന്നു. അപ്പൊ നമ്മളെ ഇറക്കി വിട്ടു. ലിൻസി ഇവിടെ ഇരുന്നിട്ട് ചെക്കന്മാരുടെ ഷർട്ടിന്റെ കളർ നോക്കുന്നു. എന്റെ വീഡിയോ മുടങ്ങാതെ കാണുന്നതാണ് ലിൻസിയുടെ അമ്മ. ഇതും കാണട്ടെ. ആൻറ്റിയുടെ മോൾ ഇവിടെ വന്നിട്ട് ചെക്കന്മാരുടെ ഷർട്ടിന്റെ കളറും പൂക്കൾ എത്ര ഉണ്ട്, ബോക്സ് എത്ര ഉണ്ടെന്നൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും. ചുമ്മാ ഗൈസ്, കോളേജിനെ കുറിച്ച് കുറെ പേര് ഉണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, കോളേജിനെ കുറിച്ച് കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും അയച്ചോ, ഫോളോയും കൂടെ ചെയ്തേരെ. മറ്റേ മുനിമാരൊക്കെ ഇരിക്കുന്നവര് എനിക്കാണെങ്കിൽ ഭയങ്കര ലക്കിയാണ് ഗൈസ്. ഇന്നലേക്ക് ഒരു കാക്കത എൻ്റെ ഇപ്പുറത്തൂടെ ഷിറ്റ് ചെയ്തിട്ട് ഗൈസ് നടന്നു വരുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ചെയറൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കുള്ള ക്ലാസ്സിന് വേണ്ടി ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവുകയാണ്. ഉച്ചയ്ക്കുള്ള ക്ലാസ്സിന് പോവുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഫുഡ് പരിപ്പ്, സോയ, പപ്പടം, പിന്നെ ഞങ്ങൾക്ക് അച്ചാറുണ്ടായിരുന്നു. ബോക്സ് ഞങ്ങൾക്ക് അച്ചാറൊക്കെ കൊണ്ടുവന്നു. ഈന്തപ്പഴം അച്ചാർ. പക്ഷെ അവളില്ലായിരുന്നു. പക്ഷെ അവളുടെ അച്ചാർ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ നമ്മൾ ക്ലാസ്സിന് പോവുകയാണ്. ഇവിടെ കുറേ കാക്കകളുണ്ട്. ബാർട്ടയിൽ വന്നാൽ എനിക്ക് കുറേ കാക്കയെ കാണാം. കണ്ട നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കണം. അപ്പം നമുക്ക് കണ്ടന്റ് കിട്ടും. മനസ്സിലായോ? ഇപ്പോഴായിരിക്കും മേഘ തെന്നി അടിച്ചിട്ട് വീഴുന്നത്. അപ്പം നമുക്ക് കണ്ടന്റ് കുറച്ച് നടന്നാൽ മതി കോളേജ് ഹോസ്റ്റലിൽ നിന്നും. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പിന്നെ കൂടി എത്രയായി? 1271. എത്രയെണ്ണം കൂടി? 10-11. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. 3 മണിക്കൂറത്തെ ജുരിൻ സാറിൻ്റെ ക്ലാസ്. സാർ ഇത് കാണും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം വിടാം, ഇത്തിരി കഴിഞ്ഞ് വിടാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 4 മണി ആവാറായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്ന ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എപ്പോഴത്തേം പോലെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ S7-ലോട്ട് കയറിയത് കൊണ്ട് നമുക്ക് ഉത്തരവാദിത്തം കൂടി. അതുകൊണ്ട് നമുക്ക് കുറേ നേരം ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ മെസ്സിൽ പോയി എന്തെങ്കിലും കഴിക്കണം. ഉണ്ടാവും എന്തായാലും. എന്താണെന്ന് നോക്കണം, കഴിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് കഴിക്കാൻ ബിസ്ക്കറ്റും കട്ടൻ ചായയും ഒക്കെയാണ്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട് നമുക്ക്.